ഇപ്പം എന്ത് രസം നോക്ക് കാണാൻ. ആവി ചൂടൊക്കെ പോകണമല്ലോ. കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പുതിയൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒന്നുമില്ല, മോർണിംഗിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എന്തിനു വേണമെങ്കിലും ഇതുണ്ടാക്കാം. ഒരു വെറൈറ്റി ഗോതമ്പ് ദോശ. നമ്മൾ എന്നും ഒരേ മോഡൽ ഗോതമ്പ് ദോശയല്ലേ ഉണ്ടാക്കുന്നത്. അതിന് പകരം കുറച്ച് മസാല കൂട്ടൊക്കെ ആയിട്ട് ഒരു ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഞാനിവിടെ ഒരു ടൊമാറ്റോ, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയൊരു ഉള്ളി എടുത്ത്, സവാളയാണ് കേട്ടോ, ഇത് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ക്യാരറ്റിൻ്റെ കഷ്ണം ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ കുറച്ച് കറി ലീവ്സ്, കരിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു വലിയ പച്ചമുളകും ചെറുതായി അരിഞ്ഞത് അങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ കടുക്, ഉഴുന്നും പരിപ്പ്, ഒരു സ്പൂണ് കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് മല്ലിയില. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ മെയിൻ താരം ഗോതമ്പ് പൊടി. ഇതൊരു 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, വെള്ളം. അപ്പോൾ ആദ്യം നമ്മൾ സാധാരണ ഗോതമ്പ് പൊടിക്കുള്ള ബാറ്റർ തയ്യാറാക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ആദ്യം മാവ് നമുക്ക് മിക്സ് ചെയ്ത് ശരിയാക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് വേണ്ട കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ പിന്നെ നമ്മൾ അളവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഞാൻ ഒരു സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറേ വെള്ളം കൊണ്ട് ഒഴിക്കണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. എല്ലാവർക്കും അറിയണമായിരിക്കും, സാധാരണ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ കലക്കി ദോശ ഉണ്ടാക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ നമ്മളിത് സാധാരണ ഗോതമ്പ് ദോശയ്ക്ക് കലക്കണ പോലെ ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇതൊരു കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഇത്ര വെള്ളം ഇത് അധികമൊന്നും ഉണ്ടാവില്ല. അതിന് നമ്മൾ ആ മസാലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണ സമയത്ത്. ഇപ്പോൾ അതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കി വെച്ചു. ഇനി നമ്മൾ അത് ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്ന ചട്ടിയാണ്, ഇത് അടുപ്പിലേക്ക് വയ്ക്കുക. ഇത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് എണ്ണയിലും ഉണ്ടാക്കാം. ഇനിയിപ്പോൾ നെയ്യ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. ചൂടായി തുടങ്ങി. അപ്പോൾ നമ്മൾ ഗ്യാസ് സിമ്മിലേക്ക് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചില്ലേ കടുക്, ഇട്ട് കൊടുത്തോടാ. കടുക് പൊട്ടുന്നതിൻ്റെ ഇടയിൽ എടുത്ത് വെച്ച ഒരു സ്പൂൺ ഉഴുന്നും പരിപ്പ്, പിന്നെ കടലപ്പരിപ്പ് ഇതിട്ട് കൊടുത്തിട്ട് ഗ്യാസിനെ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. ശേഷം അതിൻ്റെ കളർ ചെറുതായിട്ട് ഒന്ന് ചേഞ്ച് ആവുന്ന വരെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അത് കയ്യിൽ കിടന്ന് ഇങ്ങനെ പൊട്ടും കിട്ടും. ഇനി നമ്മൾ ഗ്യാസ് സിമ്മിലേക്ക് ആക്കണം. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചില്ലേ ഉള്ളി, ഈ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി വല്ലാതെ ചുവക്കാൻ വറുപ്പൊന്നും വേണ്ട, എന്നൊക്കെ കളർ മാറി വന്നാൽ മതി. അതിനൊപ്പം എടുത്ത് വെച്ച് കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഗ്യാസ് കൂട്ടിയിട്ട് വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചെറുതാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് 2-3 വട്ടം ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടില്ലേ ഈ ക്യാരറ്റിന് കുറച്ച് കുറവുണ്ടല്ലോ, അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക.
ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ക്യാരറ്റ് വേണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഇനി ഞാൻ ഗ്യാസ് സിമ്മ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായി വഴണ്ടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് ഇതിൽ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചിട്ട് കൊടുത്താൽ മതി. ആൾറെഡി നമ്മൾ മാവിൽ ഉപ്പിട്ട് കൊടുത്തതാണ്. എന്നിട്ട് ഗ്യാസ് വീണ്ടും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉപ്പൊക്കെ ഒന്ന് മിക്സിങ് ആവുന്ന വരെ, എല്ലാറ്റിലേക്കും എത്തുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മളെടുത്ത് വെച്ച ഈ ടൊമാറ്റോ അല്ലേ, തക്കാളി, വലിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ തന്നെ കണ്ടോ, ഇത് രസമല്ലേ ഇങ്ങനെ കിടക്കണം, കളറൊക്കെ വെറൈറ്റി ആയി തോന്നുന്നില്ല ഇപ്പം തന്നെ മസാല ഇങ്ങനെ കാണുമ്പോൾ. ഈ ഗ്യാസ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം ഈ മസാലയൊക്കെ ഒന്ന്, ഈ തക്കാളി ഉള്ളിയുടെ മസാലയില്ലേ എനിക്ക് മിക്സ് ആവുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. അതാ ഏകദേശം തക്കാളിയൊക്കെ കണ്ടോ അതിൽ ഉറഞ്ഞ് ചേർന്ന് കണ്ടില്ലേ, അതിൻ്റെ ഒപ്പം ഇപ്പോൾ തക്കാളി കാണാനേ ഇല്ല. ഈ ഒരു പരുവാവുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഈ മിക്സ് നമ്മൾ ഒരു ബാറ്ററി തയ്യാറാക്കി വെച്ചിട്ടില്ലേ ഗോതമ്പ് ദോശയ്ക്ക്, അതിലേക്ക് കൊട്ടിക്കൊടുക്കുക. ഇനി നമ്മളെടുത്ത് വെച്ച ഈ മല്ലിയിലയില്ലേ, അത് കൈ കൊണ്ട് ഒന്നും കൂടി ഇതാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കണം. ഇപ്പം എന്ത് രസം നോക്ക് കാണാൻ, ആവി ചൂടൊക്കെ പോകണമല്ലോ. ഇങ്ങനെ ഒരു ഗോതമ്പ് ദോശ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം മാവ് ഇതിലിങ്ങനെ വെച്ച് മിക്സ് ആവുമൊന്നും വേണ്ട. ഇപ്പം നമ്മൾ കല്ല് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവേണ്ട സമയം തന്നെ വേണ്ടു. നന്നായി ഇതിലേക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം. ഒരുപാട് വെള്ളമായ ദോശ ഉണ്ടാക്കാനും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇരുമ്പിൻ്റെ ദോശക്കല്ലാണ്. അപ്പോൾ ഞാനത് വെച്ച് കല്ല് നന്നായി ചൂടായിട്ടുണ്ടായിരുന്നു. നമ്മളതൊന്ന് കുറച്ച് കൊടുത്തു. അതിന് ശേഷം നമ്മളെടുത്ത് വെച്ച ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നിറച്ചൊരു കയ്യിലെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാവണ പോലെ നന്നായിട്ട് നൈസിൽ പരത്താനൊന്നും കിട്ടില്ല. ഒന്ന് താഴി. അപ്പോൾ നമ്മളതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ദോശ തിരിച്ചിടാനൊക്കെ പറ്റണതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ അതിൻ്റെ കളറൊക്കെ എന്ത് രസമൊക്കെ കാണാം. തിരിച്ചിട്ടിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമ്മളൊന്ന് അതിനെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ടില്ല. ഇതാണ് അതിൻ്റെ അവസാനത്തെ. കണ്ടോ നല്ല രസമല്ലേ കാണാൻ. അതിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിടുക. ഇനി നമുക്ക് അടുത്ത ദോശ നമ്മൾ ഉണ്ടാക്കില്ലേ, അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഒന്നും കൂടി നന്നായിട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് ഇളക്കി കൊടുത്തതിന് ശേഷം ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പിന്നെ ഞാൻ ഒഴിച്ച് കൊടുക്കുക. ഇനി ഗ്യാസ് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. പിന്നെ എണ്ണ അതുപോലെ തന്നെ ആദ്യം നമ്മൾ ഒഴിച്ച് കൊടുത്തില്ലേ, അതേപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതാ കണ്ടോ, ഞാനൊരു 3-4 ഗോതമ്പ് ദോശ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് രസമാണ് കണ്ടില്ലേ. ക്യാരറ്റ്, ഉള്ളി, കരിവേപ്പിൻ്റെ ഇല എല്ലാം നമുക്കിങ്ങനെ കാണാനുണ്ട്. ഇത് കഴിക്കാനും ഇതുപോലെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെറൈറ്റി ഗോതമ്പ് ദോശ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയതിന് ശേഷം
എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ജ്യോതിസ് കറി വേൾഡിന്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്യണം. ആരും കമന്റ് ചെയ്യുന്നില്ല, കുറെ കമന്റ്സ് ഒക്കെ വരട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയല്ല ഉണ്ടാക്കണം, നിങ്ങൾ വേറെ രീതിയിലാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതും കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.